ഈ വീഡിയോ കാണുന്നവരെല്ലാവരും ഒന്ന് എൻ്റെ അമ്മയെ രക്ഷിക്കണം പ്ലീസ്. എൻ്റെ പേര് ലക്ഷ്മിയാണ്. എനിക്ക് SLA രോഗമാണ്. 7 വർഷമായിട്ട് ഞാൻ SLA കഴിയാണ്. വേദനയാണെങ്കിൽ ഒരു ദിവസം പോലും വേദനയില്ലാത്ത ദിവസമില്ല. എൻ്റെ കുഞ്ഞുങ്ങളാണ് എനിക്ക് ജീവിക്കണമെന്ന് നല്ല ആഗ്രഹമാണ്. കുഞ്ഞുങ്ങൾക്ക് നേരെ ഒരു ആഹാരം കൊടുക്കാനോ ഒരു സ്കൂളിൽ നേരെ വിടാനോ എനിക്ക് കഴിയുന്നില്ല. എനിക്ക് ജീവിക്കണമെങ്കിൽ ഇനി 25 ലക്ഷം വേണം. ഞാൻ മരണക്കിടക്കയിലാണ്. എൻ്റെ ഭർത്താവിന് അമ്പലത്തിലെ ശാന്തിയാണ്. നിന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. മരുന്ന് കഴിച്ചിട്ട് 2 മാസം ആകുന്നുണ്ട്. അതിനാൽ വേദനയൊന്നും സഹിക്കാൻ പറ്റുന്നില്ല. എൻ്റെ മക്കളോടൊപ്പം ഒന്ന് ജീവിക്കണമെന്ന് വളരെ ആഗ്രഹം. 25 ലക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് ചികിത്സ നടത്താൻ കഴിയുള്ളൂ. എല്ലാവരും ഒന്ന് സഹായിക്കണം. എല്ലാവരും ഒന്ന് അപേക്ഷിക്കുകയാണ്. എല്ലാവരോടും എന്നെ ഒന്ന് സഹായിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. എൻ്റെ അമ്മയുടെ അനുഭവം ഈ വീഡിയോ കാണുന്ന എല്ലാവരും എൻ്റെ അമ്മയെ സഹായിക്കണം. എന്റെ മോനെ കയ്യിൽ തങ്ങാത്തോണ്ടാണ് വീട്ടിലേക്ക് ഇറങ്ങിയത്. 7 കൊല്ലം കൂടി നമ്മുടെ നാട്ടുകാരും ജനങ്ങളും അവരെ രക്ഷിക്കണേ. ഒരു സഹായം എന്റെ കുട്ടികൾ സഹായത്തിന് രക്ഷിക്കണേ. ഞങ്ങളെ കയ്യിൽ താങ്ങലില്ല, അതുകൊണ്ടാണ് ഇതിലേക്ക് ഇറങ്ങിയത്. അസ്സലാമു അലൈക്കും. മുഹമ്മദ് അലി ചാലിയാണ്. ഞാനിപ്പോൾ ഉള്ളത് ലക്ഷ്മി എന്ന് പറയുന്ന 32 വയസ്സ് മാത്രം പ്രായമുള്ള ഈ സഹോദരിയുടെ ദയനീയമായ ഒരു അവസ്ഥ പൊതുസമൂഹത്തിന് മുന്നിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയാണ് ഞാനും ഈ വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. പ്രിയമുള്ളവരെ, അകമഴിഞ്ഞ് നിങ്ങൾ സഹായിക്കണം. കാരണം കഴിഞ്ഞ 7 വർഷമായി ഈ സഹോദരി നരകവേദന അനുഭവിച്ച് 4 ചുമരുകൾക്കുള്ളിൽ വളരെ സങ്കടകരമായി ഒതുങ്ങി ജീവിക്കുന്നത്. പ്രിയമുള്ളവരെ, കഴിഞ്ഞ 7 വർഷമായി ഈ 2 കുഞ്ഞുങ്ങളെ ഒന്ന് ലാളിക്കാനോ ഒന്ന് ചേർത്ത് പിടിക്കാനോ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കാനോ ഈ സഹോദരിക്ക് കഴിയുന്നില്ല. പ്രിയമുള്ളവരെ, എനിക്കും നിങ്ങൾക്കും ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്കും കുട്ടികളുണ്ട്. ഒന്ന് ലാളിക്കാനോ ഒന്ന് കൊഞ്ചിക്കാനോ ഈ സഹോദരിക്ക് അതിയായ ആഗ്രഹം മനസ്സിൽ തുടുമ്പുമ്പോൾ പ്രിയമുള്ളവരെ, ആ മനസ്സിൽ ആഗ്രഹിക്കുന്ന ആഗ്രഹങ്ങള് പൊതുസമൂഹത്തെ ഞെട്ടിക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. പ്രിയമുള്ളവരെ, മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു അമ്മയുടെ ദയനീയമായ ഒരു അവസ്ഥ. SLE എന്ന ഒരു അപൂർവമായ